ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് പീച്ചിങ്ങ വെച്ച് വേറൊരു കറിയാണ് വെക്കാൻ പോകുന്നത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം തന്നെ. ഒരു 5-6 ചുമന്നുള്ളി ഇതിനകത്ത് നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ പീച്ചിങ്ങ നീളത്തിൽ അരിഞ്ഞേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു 4ആയിട്ട് കീറി വട്ടത്തിലല്ലേ അരിഞ്ഞത്. ഇപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ കനം കുറച്ചിട്ട് നീളത്തിൽ അരിഞ്ഞേക്കുന്നത്. അപ്പോൾ അടുപ്പ് കത്തിച്ച് ചട്ടി വയ്ക്കാൻ പോവുകയാണ്. ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം, പീച്ചിങ്ങായും പരിപ്പും വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത്, മസൂർ ദാൽ തന്നെയാണ്. മസൂർ ദാൽ ഞാൻ കഴുകി എടുത്ത് വെച്ചേക്കുക. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ മസൂർ ദാൽ ചേർക്കുന്നത് ടേസ്റ്റിനും കൊഴുപ്പിനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു കറി കുമ്പളങ്ങ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പപ്പായ, വെള്ളരിക്ക, ചാവു, ചുരയ്ക്ക, മത്തങ്ങ, പീച്ചിങ്ങ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാം. അപ്പം നമ്മൾ പീച്ചിങ്ങായും കുമ്പളങ്ങായും ഒക്കെ ചേർക്കുമ്പോൾ അതിന് കൊഴുപ്പ് കുറവാണ്. പപ്പായ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ കൊഴുപ്പ് കുറവാണ്. അതുകൊണ്ടാണ് ഈ പരിപ്പ് കുറച്ച് ചേർക്കുന്നത്. അപ്പോൾ കറിക്ക് കൊഴുപ്പും കിട്ടും, ടേസ്റ്റും കിട്ടും. മനസ്സിലായ? പരിപ്പ് ഈ മസൂർ ദാൽ തന്നെ വേണമെന്നില്ല, വേറെ പരിപ്പുകളും ചേർക്കാം. പക്ഷേ തുമരപ്പരിപ്പോ കടലപ്പരിപ്പോ വീസുപരിപ്പോ ഒക്കെ ചേർക്കാം. പക്ഷേ അതിനൊക്കെ വേവ് കൂടുതലാണ്. ഇതാകുമ്പം വെജിറ്റബിൾസുമായിട്ട് ഒരുമിച്ച് കിടന്ന് വെന്ത് കിട്ടിക്കോളും. പിന്നെ ഇങ്ങനൊരു കറി മത്തങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. ഈ പരിപ്പ് ചേർക്കണമെന്നില്ല. കാരണം മത്തങ്ങ വെന്തുടയുമ്പം കറിക്ക് കൊഴുപ്പ് കിട്ടിക്കോളും. അപ്പോൾ ഇത് വേകട്ടെ. വേകുന്ന സമയത്തിന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വേകുന്ന സമയത്തിന് നമുക്ക് കുറച്ച് മുളക് വറുത്തെടുക്കാനുണ്ട്, മുളകും മല്ലിയൊക്കെ. അപ്പോൾ അത് ഇപ്പുറത്തെ സൈഡിൽ അടുപ്പ് കത്തിച്ചിട്ട് ഞാൻ അതിലൊരു ചീനച്ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് കൊടുത്ത് കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരല്പം നല്ല ജീരകവും കൂടി ഇട്ട് കൊടുക്കും. നല്ല ജീരകവും പൊട്ടുന്ന സമയത്തിന് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നല്ലോണം കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം കരിയാൻ സാധ്യതയുണ്ട്. അതെ, ഈ ഒരു സ്പൂണിന് 2 സ്പൂൺ ഫുള്ള് മല്ലിപ്പൊടി, 1/2 സ്പൂൺ കൂടി എടുത്തിട്ടുണ്ട്. 2.5 സ്പൂൺ മല്ലിപ്പൊടി, ആ അളവിന് തന്നെ മുളക് പൊടി എടുക്കുവാണ്. 2.5 സ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഇത് കാശ്മീരിയും സാദാ മുളകും കൂടി ഒരുമിച്ച് പൊടിച്ചതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മൂപ്പിക്കണം. അതിൻ്റെ ഈ പൊടികളുടെ പച്ച മണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ഞങ്ങളുടെ ഇവിടെ ഇതിന് പുളിങ്കറി എന്നാണ് പറയുന്നത്. പക്ഷെ വടക്കോട്ടൊക്കെ പുളിങ്കറി വെക്കുന്നത് തേങ്ങ അരച്ച് ചേർത്തിട്ടാണ്. ഞങ്ങളിങ്ങനെ മുളകും മല്ലിയൊക്കെ വറുത്ത് ചേർത്തിട്ടാണ് പുളിങ്കറി. ഇപ്പം നമ്മൾ കറി വയ്ക്കാവുന്ന ചട്ടിയിൽ തന്നെ ആദ്യമേ താളിച്ച് മുളകും മല്ലിയൊക്കെ വറുത്ത് അതിനകത്തോട്ട് തന്നെ വേണമെങ്കിൽ കഷ്ണം ചേർത്ത് വേവിക്കാം. അപ്പം ഞാൻ സെപ്പറേറ്റ് ഒന്ന് വറുത്തെടുക്കുക. ഇതിങ്ങനെ ഒരു ചെറുതായിട്ട് ഇത് റോസ്റ്റ് ആയി കഴിയുമ്പോൾ ചെറുതായിട്ടൊരു മൂത്ത മണം വരും. ആ സമയത്തിന് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട്
ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതെടുത്ത് ഈ വറുത്ത പൊടികൾ മസാലക്കൂട്ട് എടുത്ത് ഇതിലോട്ട് വേകാൻ വെച്ച പീച്ചിങ്ങ കൂട്ടത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ആക്കണം. പിന്നെ വേണ്ടത് ഉപ്പാണ്. നമ്മൾ ഉപ്പ് കഷ്ണം വേവാൻ വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നല്ലോ. തിളച്ച് കഴിയുമ്പോഴാണ് ഉപ്പ് ചേർക്കേണ്ടത്. എന്താ ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം. പിന്നെ ഞാൻ ഇത് കണ്ട കുറച്ച് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വാളംപുളി നല്ലോണം പിഴിഞ്ഞ് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വെള്ളം വേണമെങ്കിൽ ഇനിയും ചേർക്കാം കേട്ടോ. ചാറിന് ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് വെള്ളത്തിൻ്റെ അളവ് വേണമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഒഴിച്ച് കഴിഞ്ഞ് എനിക്ക് ഒരല്പം വെള്ളം കൂടി വേണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്കിനി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ നല്ലോണം തിളപ്പിക്കാം. എന്നിട്ട് നല്ലോണം തിളച്ച് നമ്മുടെ പരിപ്പും പിന്നെ പീച്ചിങ്ങായും ഒക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഉപ്പും മധുരവും പുളിയും ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ചെറിയ 2 പീസ് ശർക്കരയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ചാറ് ഇനിയും വേണമെന്നുള്ളവർക്ക് ഇതിനകത്ത് ഇച്ചിരി തിളച്ച വെള്ളം കൂടി, നമ്മൾ കറി തിളയ്ക്കുന്നതിന് മുമ്പാണെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ തിളച്ചതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഒരല്പം തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ മസാലപ്പൊടികളൊക്കെ എടുക്കുമ്പം പിന്നെ ഇതിന് ബാലൻസായിട്ട്, അതായത് നമ്മുടെ വെജിറ്റബിൾസിനും പരിപ്പിനും ബാലൻസായിട്ട് വേണം മസാലപ്പൊടിയുടെ അളവെടുക്കാൻ. അപ്പം അളവ് കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുത്തിട്ട് നമുക്ക് ചേർക്കാം. അപ്പം കറി ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.